ഫോൺ പേയിൽ നമ്മൾ ഒരാൾക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യാനായിട്ട് ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ QR കോഡിൻ്റെ ബട്ടണിലും പ്രസ് ചെയ്യുമ്പോഴാണ് ആ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു സ്ക്രീന് ഓപ്പൺ ആവുക. അതിലൊരു ബ്രാക്കറ്റ് കാണും. അത് നമ്മൾ മുന്നിലുള്ള QR കോഡിനെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പിടിക്കുമ്പോഴാണ് സ്കാൻ ആവുക. അതല്ലെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഗാലറിയിലുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന QR കോഡും സ്കാൻ ചെയ്ത് ക്യാഷ് അയക്കാം. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഫോണിനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു സ്ക്രീന് ഓപ്പൺ ആകും. അതിനായിട്ട് ഫോൺ പേയുടെ സെറ്റിങ്സിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഫോൺ പേയെ സംബന്ധിച്ച് യൂസ്ഫുള്ളായ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെയൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരും. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും മറ്റ് ആപ്പുകളിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ഫോൺ പേയിലെ QR കോഡിൻ്റെ ആ ഷെയ്ക്ക് സെറ്റിങ്സ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിലെ ഫോൺ പേ ആപ്പിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആകാനായിട്ട് ഞാൻ അതിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിരൽ അതിൽ വെച്ചുകൊണ്ട് ആ ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ദാ ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യണം. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ഇവിടെ ഷേക്ക് ടു സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് നമ്മൾ ഇനി എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ എനേബിൾ ബട്ടൺ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കാണിക്കാം. ഇതുപോലെ വെറുതെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഫോൺ പേയുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ബ്രാക്കറ്റിന്റെ ആ സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആകും. ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഹോം സ്ക്രീനിലേക്ക് വരുന്നു. ഇനി ഒന്നുകൂടി ഞാനതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ QR കോഡിന്റെ ആ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആകുന്നു. ഇനി മുന്നിലിരിക്കുന്ന QR കോഡോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഗാലറിയിൽ തന്നെയുള്ള QR കോഡോ സ്കാൻ ചെയ്തുകൊണ്ട് അതിലേക്ക് നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിലെ ഫോൺ പേ ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത ശേഷം ഫോൺ ഷെയ്ക്ക് ചെയ്താൽ മാത്രമേ QR കോഡിന്റെ സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആവുകയുള്ളൂ. ഫോൺ പേ ആപ്പ് ക്ലോസ് ചെയ്ത ശേഷം പിന്നെ നിങ്ങളുടെ ഫോൺ ഷെയ്ക്ക് ചെയ്താൽ ഇതുപോലെ QR കോഡ് ഓപ്പൺ ആവുകയില്ല. ഫോൺ പേയിൽ QR കോഡ് സ്കാനിങ്ങിലൂടെ എങ്ങനെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിവിടെ ചെയ്ത് കാണിച്ച് ഞാൻ സമയം കളയുന്നില്ല. ആ വീഡിയോയും എന്റെ സ്ക്രീനിലെ തംബ്നെയിലുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൺ പേയുടെ QR കോഡ് സ്ക്രീൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.